വീണ്ടും ഷോക്കേറ്റ് മരണങ്ങൾ സംഭവിക്കുന്നു. കോഴിക്കോട് കുറവങ്ങാട് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്ക മരിച്ചു. കൊയിലാണ്ടി കുറവങ്ങാട് സ്വദേശിനി ഫാത്തിമയാണ് മരിച്ചത്. ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ് ലൈൻ കമ്പി നിലത്തു പതിച്ചിരുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചെയ്യുന്നു. ശിവദാസ്, ശക്തമായ മഴയിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് ആ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റാണ് വീട്ടമ്മ മരിക്കുന്നത്. കൊയിലാണ്ടിയിലാണ് സംഭവം. കൂടുതൽ വിവരങ്ങൾ ശിവദാസ്. വിനോദ്, വീണ്ടും സംസ്ഥാനത്ത് ഷോക്കേറ്റ് മരണം ഉണ്ടായിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കൊയിലാണ്ടിയിലെ കുറവങ്ങാട് എന്ന സ്ഥലത്താണ് മധ്യവയസ്ക ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ KSEBയുടെ ഒരു അനാസ്ഥ തന്നെയാണ് ഈ ഒരു മരണവും സൂചിപ്പിക്കുന്നത്. കാരണം വൈദ്യുതി ലൈനിന്റെ മുകളിലേക്ക് മരം പൊട്ടി വീണ് അത് താഴേക്ക് പതിച്ചിരുന്നു. ഇത് പോയി നോക്കുന്നതിന് വേണ്ടി ഇവർ പുറത്തിറങ്ങിയതായിരുന്നു. ഈ സമയത്ത് ആണ് ഇവർക്ക് ഷോക്ക് ഏൽക്കുന്നത്. ഉടൻ തന്നെ ഇവർ മരിച്ചു. ആ സമയത്ത് KSEB അധികൃതർ ലൈൻ ഓഫാക്കിയെങ്കിലും പിന്നീട് തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായി തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയും കാറ്റും എല്ലാം തന്നെ മലബാറിൽ മിക്ക ജില്ലകളിലും ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലും അത്തരത്തിലുള്ള ശക്തമായ കാറ്റെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു മരം കട പുഴകി വീണത്. കൃത്യമായി തന്നെ മുന്നറിയിപ്പ് പല സമയങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകിയിരുന്നു. പക്ഷേ ഈ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും KSEBയുടെ ഭാഗത്തു നിന്നും ഈ ഒരു അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ഈ മരങ്ങളൊന്നും തന്നെ വെട്ടിമാറ്റിയിട്ടില്ല എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് കൂടിയാണ് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു അപകടം. കാരണം പലയിടങ്ങളിലും ഇപ്പോഴും അപകടകരമായ രീതിയിൽ തന്നെ വൈദ്യുതി ലൈനിനോട് ചേർന്ന് മരങ്ങൾ നിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും അത് വെട്ടിമാറ്റിയിട്ടില്ല. അതിന്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഉണ്ടായ ഈ ഒരു അപകടം. ഒരു ജീവൻ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. കുറവങ്ങാട് സ്വദേശിയായ ഫാത്തിമ, 62 വയസ്സായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഏകദേശം അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ ഒരു മരണം സംഭവിക്കുന്നത്. ഈ ഷോക്കേറ്റുള്ള മരണം ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും KSEBയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു അനാസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കേരളം വലിയ രീതിയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി ചർച്ച ചെയ്യുന്നത്. കൊല്ലം തേവലക്കരയിലെ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുന്റെ ഷോക്കേറ്റുള്ള മരണത്തിന് ശേഷം കൃത്യമായി തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അതിൽ നിന്നും KSEB ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു അപകടത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോഴും അത് തുടരുന്നു. അത്തരത്തിലുള്ള അനാസ്ഥകൾ ഇപ്പോഴും തുടരുന്നു. ഓരോ ജീവനുകളാണ് അതിന്റെ പേരിൽ നഷ്ടമാകുന്നത്. ഇത്തരത്തിലുള്ള അനാസ്ഥയിലൂടെ പൊലിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. എന്തായാലും ഇപ്പോൾ ഒരു ഷോക്കേറ്റ്, ഒരു മരണം കൂടി സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു. വിനോദ്, തീർച്ചയായും KSEBയുടെ അനാസ്ഥ മൂലം വീണ്ടും ഷോക്കേറ്റ് മരണങ്ങൾ വീണ്ടും സംഭവിക്കുകയാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചത്. ശക്തമായ മഴയെ തുടർന്ന് വീടിന് സമീപത്തുള്ള മരം കടപുഴകി ലൈനിലേക്ക് വീണു. അത് നോക്കാൻ പോയ വീട്ടമ്മയാണ്, ഫാത്തിമയാണ് മരിച്ചത്. അരമണിക്കൂർ മുമ്പായിരുന്നു സംഭവം. KSEBയുടെ അനാസ്ഥ ഇവിടെയും വ്യക്തമാവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ശിവദാസ് കന്മനം.